പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠഭാഗം സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആരംഭിച്ചു. അതിൽ നമ്മൾ തുടക്കത്തിൽ എന്താണ് കെമിസ്ട്രി എന്ന് പരിചയപ്പെട്ടു, കെമിസ്ട്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കി, പിന്നീട് മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കി. മാറ്ററിന്റെ രണ്ട് തരത്തിലുള്ള വർഗീകരണം നമ്മൾ ചർച്ച ചെയ്തു. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററും കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററും നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് മാറ്ററിന്റെ മൂന്ന് ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ആ കൺവേർഷൻ പ്രോസസ്സിന് പറയുന്ന പേര് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എലമെന്റുകൾ പ്രത്യേക അളവിൽ കൂടിച്ചേരുമ്പോഴാണ് എന്ത് ലഭിക്കുക, കോമ്പൗണ്ട്സ് ലഭിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഉദാഹരണം നോക്കാം. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ ചേർന്നാൽ നമുക്ക് ഏത് കോമ്പൗണ്ട് കിട്ടും? വാട്ടർ എന്ന കോമ്പൗണ്ട് കിട്ടും. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ ഏത് കോമ്പൗണ്ട് കിട്ടും? വാട്ടർ കിട്ടും. മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് CO2, ഒരു കാർബണും രണ്ട് ഓക്സിജനും ചേർന്നാലാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന കോമ്പൗണ്ട് ലഭിക്കും. ഇങ്ങനെ എലമെന്റുകൾ ഒരു പ്രത്യേക അളവിൽ കൂടി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കോമ്പൗണ്ട്സ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്തരം നിയമങ്ങൾക്ക് ഒരു പേരുണ്ട്. അത്തരത്തിലുള്ള 5 നിയമങ്ങൾ നമുക്കൊന്ന് ഇവിടെ ചർച്ച ചെയ്യും. അപ്പൊ എലമെന്റുകൾ ചേർന്ന് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 5 നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ 5 നിയമങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ നിയമങ്ങൾക്ക് പൊതുവെ പറയുന്ന ഒരു പേരുണ്ട്. Such laws are called laws of chemical combinations. അത്തരം നിയമങ്ങൾ പറയുന്ന പേരാണെന്ന് laws of chemical combinations. അത്തരത്തിലുള്ള 5 നിയമങ്ങളാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ആ 5 നിയമങ്ങളുടെ പേര് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ആ പേര് നോക്കുക. ഫസ്റ്റ് ലോയുടെ പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇതിന് മറ്റൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട്, ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ എന്ന പേരിൽ ഈ നിയമം അറിയപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നാലാമത്തേത് ജനുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. അഞ്ചാമത്തേത് അവോഗാഡ്രോസ് ലോ. ഈ ഒരു 5ാമത്തെ നിയമം നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും ഈ 5 നിയമങ്ങളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ഇതിന് നമുക്ക് ഓരോ നിയമങ്ങളായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അപ്പൊ നമ്മൾ 1ാമത്തെ നിയമത്തിലേക്ക് വരികയാണ്. 1ാമത്തെ നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആ ഒരു നിയമം പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ആന്റോയിൻ ലാവോസിയർ. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പേരാണ് അറിയപ്പെടുന്നത്, അതെ, ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന സയന്റിസ്റ്റാണ് ആര്? ആന്റോയിൻ ലാവോസിയർ. അദ്ദേഹമാണ് ഈ ഒരു നിയമം പ്രപ്പോസ് ചെയ്തത്. എന്താണ് നിയമം നമുക്ക് നോക്കാം. നിയമത്തിന്റെ പേര് ഒന്നും കൂടെ ഓർക്കുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ പേരിനോട് സാദൃശ്യമുള്ള ഒരു പേരുള്ള നിയമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം എന്ന പേരിലുള്ള ഒരു നിയമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ ചെറിയൊരു എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണം നമ്മളിവിടെ പറയുകയാണ്. ഒന്ന് ബോർഡിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം. ഞാനിവിടെ ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ആ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് ഞാൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പൊ കോണിക്കൽ ഫ്ലാസ്ക് എടുത്തു. അതിനകത്ത് ഞാൻ എന്തെടുത്തിട്ടുണ്ട്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ആ കോണിക്കൽ ഫ്ലാസ്കിനകത്തേക്ക് ഞാൻ ഒരു ടെസ്റ്റ് ട്യൂബ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ എന്തെടുത്തിട്ടുണ്ട്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസുകളൊന്നും കൃത്യമായിട്ട് ഓർക്കുക. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റ്. ഞാനത് ഇവിടെ എഴുതുക. എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസുകൾ സോഡിയം ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ സംവിധാനത്തെ മൊത്തത്തിൽ ഇതിന് എന്തെടുത്തു? ഭാരമെടുത്തു, വെയിറ്റ് എടുത്തു. സപ്പോസ് ആ വെയിറ്റ് 50 ഗ്രാം ആണെന്ന് നിങ്ങൾ കരുതുക. ഞാൻ ഇതിന്റെ മൊത്തം വെയിറ്റ് എടുത്തപ്പോ എനിക്ക് കിട്ടിയ തൂക്കം 50 ഗ്രാം ആണ്. പിന്നീട് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടെസ്റ്റ് ട്യൂബിനകത്തുള്ള സിൽവർ നൈട്രേറ്റ് ഈ ടെസ്റ്റ് ട്യൂബ് ചലിച്ചുകൊണ്ട് മുഴുവനായിട്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ ടെസ്റ്റ് ട്യൂബിനകത്തുള്ള സിൽവർ നൈട്രേറ്റ് മുഴുവൻ ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സ്വാഭാവികമായിട്ടും കോണിക്കൽ ഫ്ലാസ്കിനകത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ട്. നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഇതിനകത്തേക്ക് ആഡ് ചെയ്തത് സിൽവർ നൈട്രേറ്റ് ആണ്. ഇവർ തമ്മിൽ കൂടിച്ചേർന്നുള്ള രാസപ്രവർത്തനം നടക്കുകയും പുതിയ വസ്തുക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഏതൊക്കെയാണ് പുതിയ വസ്തുക്കൾ എന്ന് പറയാം. അങ്ങനെ ഇത് മുഴുവൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഇതിനെ വെക്കും. അപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ 2 കെമിക്കൽ കോമ്പൗണ്ടുകൾ തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ ഏർപ്പെടും. എന്തൊക്കെയാണ് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും.
ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു വെളുത്ത പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വെളുത്ത പ്രസിപ്പിറ്റേറ്റ് എന്തിനാണെന്ന് അറിയോ? സിൽവർ ക്ലോറൈഡിൻ്റെതാണ്. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. അത് സിൽവർ ക്ലോറൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ആണ്. കൂടെ എന്തും കൂടെ ലഭിക്കും നമുക്ക്? സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ്. അപ്പൊ ഇതിനകത്തുള്ളത് മുഴുവൻ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ അവിടെ ന്യൂട്രൽ റിയാക്ഷൻ ആവുന്ന പുതിയ രണ്ട് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഇത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഞാൻ ഇതിന്റെ ഈ സിസ്റ്റത്തിന്റെ മൊത്തം വെയിറ്റ് എടുക്കും. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ മൊത്തം വെയിറ്റ് എത്രയായിരുന്നു? 50 ഗ്രാം ആയിരുന്നു. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഞാൻ അതിന്റെ വെയിറ്റ് നോക്കിയപ്പോൾ അത് എത്രയാണെന്ന് കാണുന്നുണ്ട്? 50 ഗ്രാം ആണെന്ന് കാണുന്നു. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്ടന്റിന്റെ ടോട്ടൽ മാസും റൈറ്റ് സൈഡിലുള്ള പ്രൊഡക്റ്റിന്റെ ടോട്ടൽ മാസും എന്താണ്? സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ മാസ് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഉള്ള മാസം എന്ത് ചെയ്തിട്ടില്ല? നശിച്ചു പോയിട്ടില്ല. അല്ലെങ്കിൽ മാറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, മാറ്റർ എന്ത് ചെയ്തിട്ടില്ല? നശിച്ചു പോയിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ നിയമം പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് ഇതാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ഇവിടെ നമ്മളോട് പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ ഇതിനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ എന്നും കൂടെ പറയാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. മാറ്ററിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അതിനൊരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ. അതായത് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ എന്തെല്ലാം സാധ്യമല്ല. ഈ ഒരു നിയമത്തെയാണ് എന്ത് പേര് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പേര് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി ഈ നിയമത്തെ നമുക്ക് മറ്റൊരു തരത്തിലും കൂടെ ഡിഫൈൻ ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസുകൾ ആരൊക്കെയാണ്? സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും. പങ്കെടുക്കുന്നവരെ നമ്മുടെ റിയാക്ടൻസ് എന്നല്ലേ പറയുന്നത്. റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് എത്രയായിരുന്നു? 50 ഗ്രാം. ഓക്കെ, ഇവര് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രൊഡക്റ്റാ കിട്ടിയത്? സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും. അതിന്റെ ടോട്ടൽ മാസ് നമ്മൾ എടുത്തപ്പോഴും എത്രയായിരുന്നു വെയിറ്റ്? 50 ഗ്രാം ആയിരുന്നു. അപ്പൊ റിയാക്ടൻസിന്റെ ടോട്ടൽ മാസും പ്രൊഡക്റ്റിന്റെ ടോട്ടൽ മാസും എന്താണ്? സെയിം ആണെന്ന് നമുക്ക് വ്യക്തമല്ലേ? അപ്പൊ നമുക്ക് ഈ നിയമത്തെ എങ്ങനെ കൂടെ ഡിഫൈൻ ചെയ്യാം? ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ്. ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ്. ഈ തരത്തിലും നമുക്ക് ഏത് നിയമത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ കൺസെപ്റ്റ് വ്യക്തമായിട്ടുണ്ടാവും കരുതുന്നു. അപ്പൊ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ മാറ്റർ എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. അതിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. രണ്ട് ഡെഫിനിഷനാണ് അതിനുള്ളത്. ആദ്യത്തെ ഡെഫിനിഷൻ ഇതാണ്, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ഓക്കെ, രണ്ടാമത്തെ ഡെഫിനിഷൻ ഇതാണ്, ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നിയമവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചർച്ച ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് വാട്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാൻ വരിക, ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന് എന്ത് ലഭിക്കുന്നു? വാട്ടർ ലഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഷോ ദാറ്റ് ദീസ് ഡാറ്റ ഒബേസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഞാൻ ഈ പറഞ്ഞ ഡാറ്റ ഏത് നിയമം അനുസരിക്കുന്നുണ്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തെളിയിക്കും. അപ്പൊ ചോദ്യം എഴുതാനോട് പറയാം, ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് വാട്ടർ. ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന് എന്ത് ലഭിക്കുന്നു? വാട്ടർ ലഭിക്കുന്നു. ആ പറയുന്ന കാര്യം ഈ നിയമം അനുസരിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് തെളിയിക്കും. എങ്ങനെയാണ് ലഭിക്കുന്നത്? അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ പ്രോസസ്സിന്റെ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ മോഡൽ. നമ്മുടെ പ്രോസസ് എന്തായിരുന്നു? ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന് വാട്ടർ ലഭിക്കും. അതിന്റെ ബാലൻസ് ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതും. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം, ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് വാട്ടർ. ക്ലിയർ അല്ലേ? ഹൈഡ്രജൻ ഓക്സിജനെ ചേർന്ന് വാട്ടർ ലഭിക്കും. ഇതൊരു ബാലൻസ് ഇക്വേഷൻ ആണെന്ന് ആദ്യം പരിശോധിക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ, റൈറ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ രണ്ടിലും ഭാഗം സെയിം ആണ്. ലെഫ്റ്റ് സൈഡിൽ 2 ഓക്സിജൻ, റൈറ്റ് സൈഡിൽ 1 ഓക്സിജൻ. അപ്പൊ ഓക്സിജൻ രണ്ടല്ല, സെയിം അല്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്യും. എപ്പോഴും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരിക്കണം? ബാലൻസ് ഇക്വേഷൻ ആയിരിക്കും. നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. അപ്പൊ H2 plus O2 gives H2. ഇവിടെ 2 ഓക്സിജൻ ഉള്ള സ്ഥിതിക്ക് ഇവിടെ 2 ഓക്സിജൻ വരണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 ഇടണം. നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓക്സിജൻ 2 മാറിയിട്ടുണ്ട്. ഇനി ഹൈഡ്രജൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തോളൂ. 2 × 2 4 ഹൈഡ്രജൻ ആ സൈഡിലുണ്ട്, പക്ഷെ ഇവിടെ എത്രയുള്ളൂ? 2. അപ്പൊ ഇവിടെ 4 വരണം. ഇതിന് വേണ്ടി നമ്മളിവിടെ 2. അപ്പൊ 2 × 2 4 ഹൈഡ്രജൻ ഇടത് ഭാഗത്ത് വന്നു. 2 × 2 4 ഹൈഡ്രജൻ വലത് ഭാഗം. ഓക്സിജൻ ഇവിടെ 2, ഇവിടെ ഓക്സിജൻ 2. അപ്പൊ നമ്മുടെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എന്ത് എഴുതി? ബാലൻസ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്?
ഈ പറയുന്ന കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ പ്രോസസ് ഏത് നിയമം അനുസരിക്കുന്നുണ്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ക്ലിയർ? നോക്കാം. നമുക്കറിയാം ഹൈഡ്രജൻ അറ്റോമിക് മാസ് നമുക്ക് എല്ലാം പഠിച്ചിട്ടുണ്ട്. എത്രയാണ് ഹൈഡ്രജൻ അറ്റോമിക് മാസ്? അല്ലെ, ഒന്നാണ്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. സോ ഹൈഡ്രജൻ അറ്റോമിക് മാസ് ഒന്നാണ്. നമ്പർ കൊണ്ട് ഗുണിക്കുന്നു. 1 into 4 4. 1 into 4 എത്രയാണ്? 4 ആണ്. അത് ഞാൻ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ 4 ഗ്രാം പ്ലസ് ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. അല്ലെ, എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? 2 ഓക്സിജൻ. സോ 16 into 2 32 ആണ്. ഞാൻ അതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ? ഇനി നമുക്ക് വാട്ടറിന്റെ മോളിക്കുലാർ മാസ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ 1 into 4 ആണ്. പ്ലസ് ഓക്സിജൻ 2 എണ്ണമാണ്. ഓക്സിജൻ എത്ര വരുന്നത്? 16 ആണ് ഓക്സിജൻ. 2 ഓക്സിജൻ വരുന്നത് 16 into 2. നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. 1 into 4 4 ആണ്. പ്ലസ് 16 into 2 32 ആണ്. അപ്പൊ നമ്മൾ എന്തിനാണ് മനസ്സിലാക്കി? ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് കണ്ടെത്തിയിട്ടുണ്ട്, ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിനെ ഗ്രാമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഒന്ന് ആഡ് ചെയ്തു. 4 കൂട്ടണം 32 36 ഗ്രാം ആണ് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ്. ഇനി പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കൂ. 4 കൂട്ടണം 32 എത്ര തന്നെയാണ്? 36 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് എന്ത് കാര്യം ഇവിടുന്ന് വ്യക്തമായി? ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് is equal to ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. ഇവിടെ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ടോട്ടൽ മാസ് എന്താണ്? ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡാറ്റ ഏത് നിയമം അനുസരിക്കുന്നുണ്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിക്കുന്നു. ഈ തരത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഏതെങ്കിലും ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് അത് നമ്മുടെ ലോ അനുസരിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് തെളിയിക്കാൻ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ബാലൻസ് ഈക്വേഷൻ എഴുതുക. റിയാക്ടൻസിന്റെ ടോട്ടൽ മാസ് കാണുക, പ്രൊഡക്റ്റിന്റെ ടോട്ടൽ മാസ് കാണുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഡാറ്റ ഏത് ലോ ഒബേ ചെയ്യുന്നുണ്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നാമത്തെ നിയമം പറഞ്ഞു കഴിഞ്ഞു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ മാറ്റർ. അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു പ്രോബ്ലമാണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. എല്ലാവരും ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വെയിറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് ഡീകമ്പോസ്ഡ് ബൈ 4.9 gram of sulfuric acid if 6 gram of sodium hydrogen sulfate and 1.825 gram of hydrogen chloride are produced in the same reaction. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു തവണ ക്വസ്റ്റ്യൻ വായിക്കുക. വാട്ട് വെയിറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് ഡീകമ്പോസ്ഡ് ബൈ 4.9 gram of sulfuric acid if 6 gram of sodium hydrogen sulfate and 1.825 gram of hydrogen chloride are produced in the same reaction. ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്നായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമ്മൾക്ക് ഇവിടെ എന്താണ് കണ്ടെത്തേണ്ടത്? വാട്ട് വെയിറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ്, അതായത് സോഡിയം ക്ലോറൈഡിന്റെ വെയിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ്സിന്റെ കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് അതിന്റെ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്ക് എഴുതി നോക്കാം. വാട്ട് വെയിറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് ഡീകമ്പോസ്ഡ് ബൈ 4.9 gram of sulfuric acid. അപ്പൊ ഇവിടെ ആരൊക്കെ തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നത്? സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതാം. NaCl plus H2SO4. ഇതാണ് ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സ്പീഷീസുകൾ. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ലഭിക്കുന്നത് നോക്കൂ. അവിടെ കൊടുത്തിട്ടുണ്ട് 6 gram of sodium hydrogen sulfate and 1.825 gram of HCl. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന രണ്ട് പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് ആണ് ഒരു പ്രോഡക്റ്റ്, മറ്റൊരു പ്രോഡക്റ്റ് എന്താണ്? HCl ആണ്. ഈ തരത്തിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? അതിന് ഇക്വേഷൻ എഴുതാം. ഓക്കെ, NaCl plus H2SO4 gives NaHSO4 plus HCl. ഇനി ഇതിന്റെ ബാലൻസ് ഇക്വേഷൻ ആണ് വേഗം ചെക്ക് ചെയ്തോളൂ. ഒരു സോഡിയം, ഒരു സോഡിയം, ഒരു ക്ലോറിൻ, ഒരു ക്ലോറിൻ, രണ്ട് ഹൈഡ്രജൻ, ഒന്ന്, രണ്ട് ഹൈഡ്രജൻ, ഒരു സൾഫർ, 4 ഓക്സിജൻ, 4 ഓക്സിജൻ. അപ്പൊ ഇത് എന്ത് ഇക്വേഷൻ ആണ്? ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഇവിടെ ഓരോരുത്തരുടെ വെയിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, അത് നമുക്ക് എഴുതാം. അപ്പൊ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? വാട്ട് വെയിറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന്റെ വെയിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് സപ്പോസ് അത് എന്താക്കി എടുക്കാം? എക്സ് എന്ന് കൺസിഡർ ചെയ്യാം. നമുക്കറിയില്ല സോഡിയം ക്ലോറൈഡിന്റെ വെയിറ്റ്. പ്ലസ് സൾഫ്യൂരിക് ആസിഡിന്റെ വെയിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4.9 gram സൾഫ്യൂരിക് ആസിഡ്. സോ സൾഫ്യൂരിക് ആസിഡിന്റെ വെയിറ്റ് 4.9 gram നമ്മൾ എടുക്കും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ കിട്ടിയ പ്രൊഡക്ട്സിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. NaHSO4 ന്റെ വെയിറ്റ് എത്രയാണ്? 6 gram of NaHSO4. അപ്പോൾ ഇതിന്റെ വെയിറ്റ് 6 gram ആണ്. പ്ലസ്
HCl വെയിറ്റ് തന്നിട്ടുണ്ടോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് 1.825 ആണ്. 1.825 ഗ്രാം ആണ് HCl വെയിറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, റിയാക്ടൻസിന് ഒന്നിന്റെ മാസ് തന്നിട്ടില്ല, ഒന്നിന്റെ തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റിന് രണ്ടിലും തന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ നിയമം പറയുന്നത്? ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. അങ്ങനെ ആയിരിക്കട്ടെ. ഒരു ബാലൻസ് ഈക്വേഷൻ ആണെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് x പ്ലസ് അക്കോർഡിംഗ് ടു അവർ ലോ x പ്ലസ് 4.9 gram is equal to 6 gram plus 1.825 gram. നമ്മുടെ നിയമപ്രകാരം നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. ഇനി നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? x ന്റെ വെയിറ്റ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ വെയിറ്റിൽ നിന്നും ഈ റിയാക്ടന്റിന്റെ വെയിറ്റ് ചെയ്താൽ മതി, കുറച്ചാൽ മതി. നമുക്ക് ചെയ്തു നോക്കാം. ദാറ്റ് ഈസ് x പ്ലസ് 4.9 gram is equal to 6 plus 1.85 എത്ര വരിക? 7.825 gram. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്തിന്റെ വെയിറ്റ് കാണാം? x ന്റെ വെയിറ്റ് കാണാം. എങ്ങനെ x ന്റെ വെയിറ്റ് കാണാം? therefore x is equal to 7.825 minus 4.9. ഓക്കേ, ഇത് ചെയ്താൽ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടും? x ന്റെ ആൻസർ കിട്ടും. എങ്ങനെയാണ് നമ്മൾ x ന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്? 7.825 minus 4.9. okay, 5 2 18 9 ഇവിടെ 6 ആണ് remains, so 2.925 gram. ക്ലിയർ അല്ലേ? അപ്പോൾ x ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? x is equal to 2.925 gram. അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു തുടങ്ങിയത്? വാട്ട് weight of sodium chloride is decomposed by? എത്ര സോഡിയം ക്ലോറൈഡ് ചെയ്യപ്പെടുന്നുണ്ട്? ഡീകമ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. എത്ര സോഡിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്? അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. the weight of sodium chloride decomposed is equal to 2.925 gram. എങ്ങനെയാണ് നമ്മുടെ ആൻസറിലേക്ക് എത്തിയത് വ്യക്തമല്ലേ? ആദ്യം നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതി, തന്നിരിക്കുന്ന വെയിറ്റ് നമ്മൾ മനസ്സിലാക്കി ഓരോന്നിന്റെ അടിയിലടിയിലായിട്ട് എഴുതി, എന്നിട്ട് നമ്മൾ ഏത് നിയമം ഇവിടെ അപ്ലൈ ചെയ്തു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അത് വെച്ച് നമ്മൾ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതിന് 3 വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നാലാമത്തെ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ, ഈ തരത്തിൽ എന്ത് ചെയ്യപ്പെടാം? ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ നിയമമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെച്ചു. അപ്പൊ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ രണ്ടാമത്തെ നിയമമാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. നിയമത്തിന്റെ പേര് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നോക്കുക നിങ്ങൾ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നു ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. ഈ ഒരു നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ആര്? ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. എന്താണ് നിയമം എന്ന് നോക്കാം. ഞാൻ ആദ്യം ഈ നിയമത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയാം, അതിനുശേഷം അതിന്റെ എക്സാമ്പിൾ കാര്യങ്ങൾ പറയാം. ഈ നിയമം പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് always contains exactly the same proportion of elements by weight. ചിലപ്പോൾ മനസ്സിലായി കാണൂല അല്ലേ? ഒരു തവണ ഞാൻ പറയാം. It states that a given compound always contains exactly the same proportion of elements by weight. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കോമ്പൗണ്ട് പരിശോധിച്ചാലും ആ കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റിന്റെ വെയിറ്റ് തമ്മിലുള്ള പ്രപ്പോർഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ആ കോമ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്കൊരു ലളിതമായ ഉദാഹരണം നോക്കാം. ഇപ്പൊ ഞാനൊരു കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഏറെ പരിചയമുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം? ആദ്യം കാർബണിനെ ഹീറ്റ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ? C+O2 gives CO2. കാർബൺ ഹീറ്റ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ്. മറ്റൊരു രീതിയിലും കൂടെ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യണേ. കാൽഷ്യം കാർബണേറ്റ് നമുക്ക് പരിചയമുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഞാൻ അതിനൊന്ന് ഹീറ്റ് ചെയ്യും. കാൽഷ്യം കാർബണേറ്റ് നന്നായിട്ട് ചൂടാക്കിയാൽ നമുക്ക് 2 കോമ്പൗണ്ട്സ് കിട്ടും, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ 2 രീതിയിൽ ഞാൻ ഏത് കോമ്പൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യും. 2 വ്യത്യസ്തമായ രീതി. ആദ്യത്തെ രീതി കാർബണിനെ ഹീറ്റ് ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്തത്. രണ്ടാമത് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്തത് കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കി. ഇനി നമ്മുടെ നിയമം എന്താണ് പറയുന്നത്? ഒരു കോമ്പൗണ്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്താലും, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്താലും ആ കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റിന്റെ മാസസ് തമ്മിലുള്ള പ്രപ്പോർഷൻ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യില്ല? മാറൂല. ഫോർ എക്സാമ്പിൾ
ആദ്യത്തെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മാസ് തമ്മിലുള്ള റേഷ്യോ നോക്കാം. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. അപ്പൊ രണ്ട് ഓക്സിജൻ ആണെങ്കിൽ ഇത് വരും 32 വരും. 12:32. അതാണ് കാർബണിന്റെയും ഓക്സിജന്റെയും അറ്റോമിക് മാസസ് തമ്മിലുള്ള റേഷ്യോ. നമുക്ക് അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ 12:32 നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? നമുക്ക് 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യും. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരിക 3. 3:32 4 കൊണ്ട് കഴിഞ്ഞാൽ 8. 3:8 നമുക്ക് അതിന് എന്ത് ചെയ്യാം? ഷോർട്ട് ചുരുക്കി എഴുതാൻ പറ്റും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന കോമ്പൗണ്ടിനകത്തുള്ള കാർബണിന്റെയും ഓക്സിജന്റെയും വെയിറ്റ് തമ്മിലുള്ള പ്രപ്പോർഷൻ എന്താണ്? 12:32 ആണോ അല്ലെങ്കിൽ 3:8? എന്നാൽ രണ്ടാമത്തെ രീതി നോക്കുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അവിടെ ഈ കാർബണിന്റെ ഓക്സിജന്റെ വെയിറ്റ് തമ്മിലുള്ള പ്രപ്പോർഷൻ നമുക്കൊന്ന് നോക്കാം. കാർബണിന് 12 തന്നെയാണ്, ഓക്സിജന് 32 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3:8. പ്രപ്പോർഷൻ മാറിയോ? ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് രണ്ട് രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. പക്ഷെ രണ്ട് രീതിയിലായ കൂടെ പ്രപ്പോർഷൻ എന്താണ്? സെയിം ആണ്. ഇതാണ് നമ്മുടെ നിയമം പറയുന്നത്. ഒരു കോമ്പൗണ്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്താലും ശരി, ആ കോമ്പൗണ്ടിനകത്തുള്ള എലമെന്റിന്റെ മാസ് തമ്മിലുള്ള പ്രപ്പോർഷൻ എപ്പോഴും എന്തായിരിക്കും? ഡെഫിനിറ്റ് ആയിരിക്കും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡെഫിനിറ്റ് ആയിരിക്കും പ്രപ്പോർഷൻ എപ്പോഴും. അല്ലെങ്കിൽ കോമ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദിസ് ലോ ഈസ് നോൺ ആസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. വ്യക്തമാണല്ലോ. ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. വളരെ ലളിതമായ ഒരു ഉദാഹരണം. നമുക്ക് ഏറെ പരിചയമുള്ള കോമ്പൗണ്ടിനെ വാട്ടർ പല രീതിയിൽ പല സോഴ്സ് നമുക്ക് വാട്ടർ ലഭിക്കും. കിണറ്റിൽ നമുക്ക് വാട്ടർ കിട്ടും, കുളത്തിൽ നമുക്ക് വാട്ടർ കിട്ടും, മഴ പെയ്താൽ നമുക്ക് വാട്ടർ കിട്ടും. ഇങ്ങനെ നിങ്ങൾ എവിടെ നിന്ന് വാട്ടർ കളക്ട് ചെയ്താലും വാട്ടർ ഈസ് H2. ഓക്കെ, എവിടെ നിന്ന് നമ്മൾ വാട്ടർ കളക്ട് ചെയ്താലും വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? H2 ആണ്. ഇതിനകത്തുള്ള ഹൈഡ്രജൻ ഓക്സിജൻ മാസ് തമ്മിലുള്ള റേഷ്യോ നമുക്കൊന്ന് പരിശോധിക്കാം. ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണ്. രണ്ട് ഹൈഡ്രജൻ ആണ് എന്ത് വരും? 2:2. ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. ഇത് നമുക്കൊന്ന് ചുരുക്കി എഴുതിയാൽ 1:8. എപ്പോഴെങ്കിലും ഈ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രപ്പോർഷൻ മാറും. എവിടെ നിന്ന് നമ്മൾ വാട്ടർ കളക്ട് ചെയ്താലും ഈ പ്രപ്പോർഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതൊരു കോമ്പൗണ്ട് എടുത്ത് ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാലും അതിനകത്തുള്ള എലമെന്റിന്റെയും മാസ് തമ്മിലുള്ള പ്രപ്പോർഷൻ സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഡെഫിനിഷൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് always contains exactly the same proportion of elements by it. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? നിയമം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ മൂന്നാമത്തെ നിയമമാണ് ഇനി പറയാൻ പോകുന്നത്. നിയമത്തിന്റെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം നിങ്ങൾ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. നിയമത്തിന്റെ പേര് ഒന്നും കൂടെ ഓർത്തുകൊള്ളാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ആരാണ് ഈ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നോക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഏറെ പരിചയമുള്ള പേരാണ് ജോൺ ഡാൾട്ടൺ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള നിയമമാണ്, എന്നാലും കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. ആദ്യം ഞാൻ ആ നിയമം ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഈ നിയമം പറയുന്നത് ഇങ്ങനെയാണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് if two elements can combine to form more than one compound, the masses of one element that combine with the fixed mass of other elements are in the ratio of simple whole number. പിടികിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? ശരി, ഒന്നും കൂടെ പറയാം. If two elements can combine to form more than one compound, okay, then the masses of one element that combine with the fixed mass of other elements are in the ratio of small or simple whole number. Okay, വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമുക്ക് ഏറെ പരിചയമുള്ള ഒരു കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ നോക്കാം. അപ്പൊ നമുക്കറിയാം, ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന കിട്ടാവുന്ന രണ്ട് കോമ്പൗണ്ട് ആണ്. ഒന്ന് വാട്ടർ H2O, മറ്റൊന്നാണ് H2O2. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നിയമം പറയുന്ന കാര്യം നോക്കാം. If two elements can combine to form more than one compound, രണ്ട് എലമെന്റുകൾ ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ നമുക്ക് ലഭിച്ചു. നമുക്ക് ഇതിനകത്തുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് ഒന്ന് ഇവിടെ എഴുതി വെക്കാം. ഇവിടെ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ആണ്. അപ്പൊ റേഷ്യോ എന്താണ്? 2:16 ആണ്. ഓക്കെ, ഹൈഡ്രജൻ്റെത് 2 ആണ്, ഓക്സിജൻ 16 ആണ്. നമുക്കറിയാം. ഇനി തൊട്ട് താഴെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. അവിടെ രണ്ട് ഹൈഡ്രജൻ തന്നെയാണ്. അപ്പൊ 2:2. രണ്ട് ഓക്സിജൻ എന്നോട് എത്ര വരും? 30. രണ്ടിനകത്തുള്ള എലമെന്റിന്റെ അറ്റോമിക് മാസിന്റെ റേഷ്യോ നമ്മൾ എഴുതി വെച്ചു.
if two elements can combine to form more than one compound, the masses of one element, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോമ്പൗണ്ടിലുള്ള ഒരു എലമെന്റിന്റെ മാസാണ് നിങ്ങൾ നോക്കേണ്ടത്. ഏത് എലമെന്റ്? ദാറ്റ് കമ്പൈൻ വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെന്റ്. ആരാണോ ഫിക്സ്ഡ് മാസ് ആയിട്ടുള്ളതിന്റെ കൂടെ ചേർന്നത് അതിന്റെ മാസാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ ഏതാണ്ട് മാസാണ് ഫിക്സ്ഡ് നോക്കൂ. ആദ്യത്തെ കോമ്പൗണ്ട് ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 2 ആണ്. രണ്ടാമത്തെ ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 2 ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഫിക്സ്ഡ് മാസ് ആയിട്ടുള്ള ഹൈഡ്രജനെ കൂടെ ചേർന്ന് ഓക്സിജന്റെ മാസസ് തമ്മിലുള്ള റേഷ്യോ ആണ് നോക്കേണ്ടത്. ആദ്യത്തെ ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ആണ്. രണ്ടാമത്തെ ഓക്സിജന്റെ മാസ് എത്രയാണ്? 32 ആണ്. അപ്പൊ ഫിക്സ്ഡ് മാസായ ഹൈഡ്രജന്റെ കൂടെ ചേർന്ന ഓക്സിജന്റെ മാസസ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? 16:32. ഇതിനെ നമ്മൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? 1:2. ഈസ് ഇറ്റ് എ സിമ്പിൾ റേഷ്യോ? യെസ്, ഇറ്റ് ഈസ് എ സിമ്പിൾ റേഷ്യോ. അപ്പൊ ഇങ്ങനെ രണ്ട് എലമെന്റുകൾ ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ലഭിച്ചാൽ ആ കിട്ടുന്ന കോമ്പൗണ്ടുകളിൽ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ അളവ് ഫിക്സ്ഡ് ആണെങ്കിൽ ആ ഫിക്സ്ഡ് ആയ എലമെന്റിന്റെ കൂടെയുള്ള എലമെന്റിന്റെ മാസസ് തമ്മിലുള്ള റേഷ്യോ നിങ്ങൾ പരിശോധിച്ചാൽ ആ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഈ ഒരു നിയമത്തെയാണ് എന്ത് പേര് പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പേര് പറയുന്നത്. വ്യക്തമാണല്ലോ. ഒരു തവണ കൂടെ നമുക്ക് ആ നിയമം ഒന്ന് പറയാം. നിയമം പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് if two elements can combine to form more than one compound, okay, the masses of one element, ആ കിട്ടുന്ന കോമ്പൗണ്ടിൽ ഒരു എലമെന്റിന്റെ മാസാണ് നോക്കേണ്ടത്, that combine with the fixed mass of other elements are in the ratio of simple whole number. ഈ ഒരു നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. പ്രപ്പോസ് ചെയ്ത ആള് ജോൺ ഡാൾട്ടൺ. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? നമുക്ക് ഇതിന് ഒരു എക്സാമ്പിൾ കൂടെ പരിചയപ്പെടും. അപ്പോ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. നമുക്ക് കാർബൺ, ഓക്സിജൻ, നമുക്ക് രണ്ട് പരിചയമുള്ള രണ്ട് എലമെന്റുകളാണ്. കാർബൺ ഓക്സിജനുമായി ചേർന്നാൽ കിട്ടാൻ സാധ്യതയുള്ള രണ്ട് കോമ്പൗണ്ട് ആണ്. ഒന്ന് കാർബൺ മോണോക്സൈഡ്. കാർബൺ ഭാഗികമായി കത്തുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് കിട്ടുന്നത്. കാർബൺ പൂർണ്ണമായി കത്തിയാൽ എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. നോക്കാം നമുക്ക് ഈ രണ്ട് കോമ്പൗണ്ടുകൾ ഈ നിയമം അനുസരിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? സാധാരണ എക്സാമിന് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. കാർബൺ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് ടു കോമ്പൗണ്ട്സ് namely കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഷോ ദാറ്റ് ദീസ് ഡാറ്റ ഇല്ലുസ്ട്രേറ്റ്സ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. തന്നിരിക്കുന്ന വിവരങ്ങൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഒബേ ചെയ്യുന്നു എന്ന് ചെയ്യണം നമ്മൾ തെളിയിക്കണം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തെളിയിക്കുന്നത്. അപ്പൊ നമ്മൾ കാർബൺ ഓക്സൈഡുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നതിന് ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇതിലെ ഓരോന്നിന്റെയും അറ്റോമിക് മാസ് കണ്ടുപിടിച്ച് കാർബണിന്റെ അറ്റോമിക് മാസ് നിങ്ങൾക്ക് അറിയാം 12 ആണ്. ഓക്സിജൻ അറ്റോമിക് മാസ് 16. സോ റേഷ്യോ എന്താ വരിക? 12:16. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നോക്കുക. അവിടെ ഈ കാർബൺ ഉണ്ട് 12 ആണ് അറ്റോമിക് മാസ്. ഓക്സിജൻ അറ്റോമിക് മാസ് എത്ര വരിക? 16 ആണ്. രണ്ട് ഓക്സിജൻ എത്ര വരും? 32. If two elements can combine to form more than one compound, the masses of one element that combine with the fixed mass of other element. ഇവിടെ ആരുടെ മാസാണ് ഫിക്സ്ഡ് ആയിട്ടുള്ളത്? കാർബണിന്റെ മാസ് രണ്ടെണ്ണത്തിൽ എന്താണ് ഫിക്സ്ഡ് ആണ്? കാർബണിന്റെ അളവ് ഫിക്സ്ഡ് ആണ്. അപ്പൊ നമ്മൾ കാർബണിന്റെ അളവല്ല നോക്കേണ്ടത്, കാർബണിന്റെ കൂടെയുള്ള എലമെന്റിന്റെ അളവാണ് നോക്കേണ്ടത്. കാർബണിന്റെ കൂടെയുള്ളത് ഓക്സിജൻ ആണ്, ഇവിടെ ഓക്സിജൻ ആണ്. അപ്പൊ രണ്ടിടത്തിലുള്ള ഓക്സിജന്റെ മാസസ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് നോക്കാം. റേഷ്യോ മാസസ് ഓഫ് ഓക്സിജൻ ഇൻ ടു കോമ്പൗണ്ട്സ് എത്ര വരിക? 16:32. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ വരിക? 1:2, എ സിമ്പിൾ റേഷ്യോ. അപ്പൊ ഈ പറയുന്ന കോമ്പൗണ്ട് ഏത് നിയമം അനുസരിക്കുന്നുണ്ട്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ അനുസരിക്കുന്നു. കൺസെപ്റ്റ് വ്യക്തല്ലേ? അപ്പൊ നിയമം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഒരു തവണ കൂടെ ഞാൻ നിയമം പറയാം. ഈ two elements can combine for more than one compound, the masses of one element that combine with the fixed mass of other elements are in the ratio simple whole number. Okay, ഈ നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിന്ന് 3 നിയമങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ നിയമമായിട്ട്, അതായത് ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഈ നിയമമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. ബാക്കിയുള്ള നിയമങ്ങളുണ്ട്, അത് നമ്മൾ വരും ക്ലാസ്സുകളിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന 3 നിയമങ്ങളും അടുത്ത ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ആദ്യത്തെ നിയമം ഏതായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആരാണത് പ്രപ്പോസ് ചെയ്തത്? അന്റോനി ലാവോസിയർ. എന്തായിരുന്നു നിയമം? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ നിയമത്തിന്റെ പേരെന്തായിരുന്നു? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. ആരാണത് പ്രപ്പോസ് ചെയ്തത്? ജോസഫ് പ്രോസ്റ്റ്. എന്തായിരുന്നു നിയമം?
A given compound always contains exactly the same proportion of elements by mass or weight. Clear അല്ലേ? മൂന്നാമത്തെ നിയമത്തിന്റെ പേര് Law of Multiple Proportion by John Dalton. എന്താണ് നിയമം? If two elements can combine to form more than one compound, the masses of one element that combine with the fixed mass of other element are in the ratio of simple whole number. മൂന്ന് നിയമങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കുക. മൂന്നാമത്തെ നിയമവും അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും ബാക്കിയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും.